മുണ്ടൂർ തൂത സംസ്ഥാനപാത സംയുക്ത വിലയിരുത്തൽ യാത്ര സംഘടിപ്പിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാനപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതികൾ കേൾക്കുന്നതിനും ജനകീയ ആവശ്യങ്ങൾ അറിയുന്നതിനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സംയുക്ത വിലയിരുത്തൽ യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 20 കളക്ടറേറ്റിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ തുളസിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉൾപ്പെടെയുള്ള MLA-മാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യാത്രയ്ക്ക് തീരുമാനമെടുത്തത്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിവിധ വിഷയങ്ങളാണ് ജനപ്രതിനിധികളും ജനങ്ങളും ഉന്നയിച്ചത്. ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ആക്ഷേപങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ സഹായത്താൽ ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ പറഞ്ഞു. പുഞ്ചപ്പാടം 19 പാലക്കാട് ഭാഗത്തേക്കും പുഞ്ചപ്പാടം UP സ്കൂൾ പരിസരത്ത് പാലക്കാട് ഭാഗത്തേക്കും മംഗലാകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു. പുഞ്ചപ്പാടം ഹൈമാസ്റ്റ് ലൈറ്റ് പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുന്നതിനും മംഗലാകുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തടസ്സങ്ങൾ നീക്കി ഓണത്തിന് മുമ്പായി സ്ഥാപിച്ച് പ്രകാശിപ്പിക്കുന്നതിനും ചർച്ചകളിലൂടെ തീരുമാനമായി. പുഞ്ചപ്പാടം അപകട വളവിനടുത്ത് സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കുന്നതിനും ധാരണയായി. റോഡിൽ വിവിധയിടങ്ങളിലായി വെള്ളം കെട്ടി നിൽക്കുന്നത് പരിഹരിക്കുന്നതിനും ഓടകൾ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് KSTP അധികൃതർ ഉറപ്പു നൽകി. പ്രധാന പാതയിൽ നിന്നുള്ള ഉപറോഡുകളായ മലമ്പള്ള റോഡ്, തലയണക്കാട് റോഡ്, മണിയാണി ക്ഷേത്രം റോഡ്, പാലിക്കുഴി റോഡ്, മഹാത്മാ ശ്രീകൃഷ്ണപുരം ആശുപത്രിപ്പടി റോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആവശ്യങ്ങളായി ചർച്ച ചെയ്തു. റോഡ് നിർമ്മാണ സമയത്ത് ശേഖരിച്ച അധിക മണ്ണ് നിക്ഷേപിച്ച മണിയാണി ഭാഗത്തെ മൺതിട്ട ഒഴിവാക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിച്ചു. നടപ്പാതകളുടെയും ഓടകളുടെയും കുറവുകളും ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന നിലയിലുള്ള ബാരിക്കേഡുകളും മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിച്ചു. വിലയിരുത്തൽ യാത്രയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, മെമ്പർമാരായ KV ഗോപാലൻകുട്ടി, P രജനി, C ഓമന, K ശാലിനി, N വിദ്യാലക്ഷ്മി, P മണികണ്ഠൻ, ശ്രീകൃഷ്ണപുരം SI PK സിലാസ്, KSTP പ്രതിനിധി KM മനോജ്, KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ S ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടൂർ തൂത റോഡിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൂടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും KSTP ഏജൻസിയുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ KSCBയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒരു ദൗത്യവുമായി ഇന്ന് ഈ സമയം വരെ ഏതാണ്ട് ഒരു 4 മണിക്കൂർ നേരം സഞ്ചരിക്കുകയുണ്ടായി. റോഡ് നിർമ്മാണം സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങളെല്ലാം വ്യക്തികൾക്കുണ്ടായിട്ടുണ്ട്, പൊതുവായി ഉപയോഗിക്കുന്ന ഇടങ്ങൾക്കും പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ സാധ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് KSTP നേതൃത്വം കൊടുക്കുമെന്ന് KSTPയുടെ പ്രതിനിധികൾ ഇവിടെ മനോജ് സാർ ഉൾപ്പെടെ ഉണ്ട്, അവർ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപകടങ്ങൾ വലിയ തോതിൽ പെരുകി വരുന്ന സാഹചര്യത്തിൽ ഏതെല്ലാം നിലയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അപകട സാധ്യത ഒഴിവാക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നത് നമ്മുടെ ശ്രീകൃഷ്ണപുരം പോലീസ് SI ഉൾപ്പെടെയുള്ള അവരുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗലാംകുന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് വലിയൊരു പ്രയാസം പ്രതിസന്ധിയായി നിൽക്കുകയായിരുന്നു. KSCB പ്രതിനിധികളും KSTP പ്രതിനിധികളും സംസാരിച്ച് ഓണത്തിന് മുമ്പ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച് അത് പ്രകാശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നത്തെ യാത്രയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഞ്ചപ്പാടത്ത്, മേലെ പുഞ്ചപ്പാടത്ത്, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിസരത്ത് തുടങ്ങിയ 3 കേന്ദ്രങ്ങളിൽ പുതിയ വെയിറ്റിംഗ് ഷെഡുകൾ വേണമെന്ന് ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം KSTP പ്രതിനിധികൾ ഒരു പ്രപ്പോസലാക്കിക്കൊണ്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആശുപത്രി ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്ന മഹാത്മാ റോഡ്, തൊട്ടപ്പുറത്ത് പാലിക്കുഴി ഭാഗത്തേക്ക് പോകുന്ന റോഡ്, തൊട്ടപ്പുറത്ത് ചേറുംകുടി റോഡ്, ഇങ്ങനെ മലമ്പള്ള റോഡ് പുഞ്ചപ്പാടത്ത്, ഇങ്ങനെ ബൈപ്പാസായി പോകുന്ന ഈ റോഡിലേക്കുള്ള പോക്കറ്റ് റോഡുകൾ എന്ന രീതിയിൽ അവിടെയെല്ലാമുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിച്ച് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തികളുടെ വീടുകളിലേക്ക്, അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലേക്കെല്ലാമുള്ള വലിയ തോതിലുള്ള മഴവെള്ളം എത്തിപ്പോകുന്ന വിഷയങ്ങൾ, റോഡിൽ പലയിടങ്ങളിലായിട്ട് മഴവെള്ളം കെട്ടി നിന്നതിൻ്റെ ഭാഗമായിട്ട് അത് തുറന്നു വിടാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം KSTP അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരൊരു പരിഹാരം കാണാമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗലാംകുന്ന് മണിയാണി ക്ഷേത്രത്തിനോട് സമീപമുള്ള ഏതാണ്ട് ഒരു 6 ഏക്കർ സ്ഥലം വരുന്ന പ്രദേശം, ഇവിടെ റോഡ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ ഏജൻസി KMC കമ്പനിയാണ്. അവർ വിലക്കെടുത്ത് ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ശേഖരിക്കപ്പെട്ട മണ്ണ് അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്.
വലിയ തോതിലുള്ള പ്രയാസം അല്ലെങ്കിൽ ശക്തമായ ഒരു ഭീഷണി എന്ന രീതിയിലാണ് ആ മണ്ണ് കിടക്കുന്നതിന് താഴെയുള്ള ജനങ്ങൾ ജീവിച്ചു പോകുന്നത്. കുറെ വീടുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, അവയ്ക്കെല്ലാം വലിയ ഭീഷണിയായി നിൽക്കുന്ന ആ വലിയ മൺകൂന, ഒരു ചെറിയ പ്രദേശമല്ല, 6 ഏക്കർ വരുന്ന പ്രദേശത്ത് ഉള്ള മൺകൂന, അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് KSTP അതിൻ്റെ അധികാരികളോട് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും ആ നിലയിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരും. സ്വാഭാവികമായിട്ടും MLA കൂടി സഹായത്തോടു കൂടി MLA നേതൃത്വത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സ്വത്തര നടപടികൾ KSTP സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഈ വിഷയങ്ങളോടൊപ്പം സജീവമായി നിന്നുകൊണ്ട് ഇടപെടുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്.